മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയമ്മയ്ക്ക് തോന്നിയ ഒരു സംശയം കണ്ണനോട് ഷെയർ ചെയ്യുന്ന ആ ഒരു സമയം മുതൽ കണ്ണൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അനന്തു പലതവണ സംശയമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വത്തിനും പണത്തിനോടും ഇത്രയും അമിതമായിട്ടുള്ള ആർത്തിയുള്ള വാമദേവൻ അമ്മാവൻ നിൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലതവണ സംശയമുണ്ട്. ഈ പ്രതാപനും വാമദേവനുമായിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ അടുപ്പമൊന്നുമല്ല, വർഷങ്ങളായിട്ടുള്ള അടുപ്പമായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സംശയം തോന്നുന്നു എന്ന് പറയുമ്പോൾ കണ്ണനും അങ്ങനെ ഒരു ഡൗട്ട് ചെറുതായിട്ട് തോന്നി തുടങ്ങിയിരുന്നു. കാരണം കണ്ണൻ്റെ വിവാഹത്തിന് ശേഷം ഉണ്ടായ ഓരോ കാര്യങ്ങളും മുൻപത്തെ പോലെ ആയിരുന്നില്ലല്ലോ. അമ്മാവനെയും അതുപോലെ രണ്ടാനമ്മയും സഹോദരങ്ങളെയൊക്കെ അമിതമായിട്ട് സ്നേഹിച്ച കണ്ണൻ അവർക്കൊന്നും കൊടുക്കുന്ന പൈസയ്ക്കോ സ്വർണത്തിനോ വസ്തുക്കൾക്കോ ഒന്നിനും ഒരു കണക്ക് സൂക്ഷിച്ചിട്ടേയില്ല. അവരിപ്പോൾ ഓഫീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുത്തു എന്നറിഞ്ഞാൽ പോലും കണ്ണ് ആ ഒരു കണ്ണിൽ കണ്ടിട്ടേയില്ല. എന്നെ അമിതമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്നൊക്കെ ഉള്ള രൂപത്തിൽ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ട് കളഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും ഒരു വഞ്ചനയുടെ കപടമുഖം മാത്രമാണ്. സ്വത്തിനോടും പണത്തിനോടും മാത്രമേ ഉള്ളൂ ഇവർക്ക് ആഗ്രഹം. ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും എന്നെ എൻ്റെ ഭാര്യയും തമ്മിൽ വേർപിരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഇവരുടെ ഒരു ആ സ്വഭാവ രീതിയും പലതവണ തൻ്റെ ഭാര്യയെ, താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യയെ ഇല്ലാതാക്കാനും അതിന് തടസ്സം നിൽക്കുന്ന തന്നെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഇവരുടെയൊക്കെ പോയി മുഖം മനസ്സിലാക്കിയ കണ്ണന് അവർക്കെല്ലാം അർഹതപ്പെട്ട സ്ഥാനം മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. ഇപ്പോൾ ഓഫീസിൽ തന്നെ അഴിമതി ചെയ്ത ഉണ്ണിയെയും അതുപോലെ വാമദേവൻ അമ്മാവനെയും മേഘനെയൊക്കെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മറ്റൊന്നും രണ്ടാമതൊരു ചിന്ത പോലും എടുക്കേണ്ടി വന്നില്ല. പക്ഷേ കൃത്യമായിട്ട് അവർക്കെല്ലാം ശമ്പളം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. താൻ കാരണം അവരുടെ കുടുംബം വഴിയാധാരമാകണ്ട എന്ന് കരുതി. മാത്രമല്ല വാമദേവൻ അമ്മാവൻ്റെ മകളുടെ വിവാഹം എന്ന് തന്നെ നടന്നാലും അതിനുള്ള സാമ്പത്തിക സഹായം ഞാൻ തന്നെ നൽകിയേക്കാം എന്നൊക്കെ വാക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് മോഹിനിയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതാപനെ ചികിത്സിച്ച അതേ ഡോക്ടറെ തന്നെ കാണാൻ കണ്ണൻ ചെല്ലുന്നത്. അപ്പം ഡോക്ടർ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. മാനസിക സമനില തെറ്റിയ വ്യക്തി പറയുന്നത് വിശ്വസിക്കാനൊന്നും പറ്റില്ല, പക്ഷെ പാതി മയക്കത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുന്നു. മാത്രമല്ല പാതി മയക്കത്തിൽ പ്രതാപനോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണനോട് ഷെയർ ചെയ്യുന്നു. മോഹിനിയമ്മയെ കല്യാണം കഴിച്ച കാര്യവും മഹാലക്ഷ്മിയോട് കുട്ടിക്കാലം മുഴുവൻ എങ്ങനെയാണ് താൻ പെരുമാറിയതെന്നും സ്വത്തിനു വേണ്ടിയിട്ട് മോഹിനിയമ്മയോടും അമ്മയോടും ഒക്കെ ചെയ്ത ക്രൂരതയും, മാത്രമല്ല വാമദേവൻ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിൽ നിന്നും പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് കൊട്ടേഷൻ ഏറ്റെടുത്തതിൻ്റെ പ്രകാരമാണ് കണ്ണൻ്റെ അച്ഛൻ വിശ്വനാഥനെയും കണ്ണനെയും ഈ അവസ്ഥയിൽ എത്തിക്കാൻ കാരണം. വാമദേവൻ അമ്മാവൻ ഒരു ദുഷ്ടനാണെന്നുള്ള സത്യം അങ്ങനെ കണ്ണൻ വളരെ ദേഷ്യത്തോടെയാണ് തിരിച്ചറിയുന്നത്. മാത്രമല്ല ഇനി ഒരു നിമിഷം പോലും മഹാലക്ഷ്മിയെയും തന്നെയും ദ്രോഹിച്ച വാമദേവൻ അമ്മാവനും അതുപോലെ പ്രതാപനും അവർ ചെയ്ത ക്രൂരതയുടെ ഫലം അനുഭവിക്കാനുള്ള സമയമായെന്ന് കണ്ണൻ തീരുമാനിക്കുന്നു. ഹോസ്പിറ്റലിലെത്തിയ കണ്ണനാണെങ്കിൽ അനന്തുവിനോടും ലേഖയോടും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനന്തുവും ലേഖയും മുന്നേ തന്നെ മോഹിനിയമ്മ പറഞ്ഞത് പ്രകാരം അറിഞ്ഞിരുന്നു വാമദേവൻ അമ്മാവന് കണ്ണൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൽ എന്തോ ഒരു പങ്കുണ്ടെന്നുള്ള സംശയം പറഞ്ഞതിന് ശേഷം ആരെ കാണാനാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ നിന്ന് പോയതാണ്. അപ്പം നീ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നാണ് അനന്ത് വന്ന പാടെ ചോദിക്കുന്നത്. സത്യമാണ്, ഇനി ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. കരുണയുടെ മുഖത്തു നിന്ന് കണ്ണീര് ഇനി തോരാൻ പാടില്ല. ഒന്ന് അവളുടെ അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ സങ്കടം, രണ്ടാമത് അയാൾ നേടിയ സ്വത്തുക്കളെല്ലാം നഷ്ടമാകുന്ന സങ്കടം, മൂന്നാമത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്ന സങ്കടം. അങ്ങനെ ഒന്നൊന്നായി എൻ്റെ ഭാര്യയോട് ഈ ക്രൂരത കാണിച്ച അവളുടെ കണ്ണീര് തോരാതെ അവൾ ഇതെല്ലാം കാണണം. മാത്രമല്ല എൻ്റെ അച്ഛനോടും എന്നോടും ഈ ക്രൂരത കാണിച്ച എൻ്റെ അമ്മാവനും പ്രതാപൻ എന്ന് പറയുന്ന ദുഷ്ടനും ഇനി ഇരുമ്പഴിക്കുള്ളിൽ കടക്കണം എന്നൊക്കെ കണ്ണ ഉറച്ചു തീരുമാനിച്ച് പരാതി കൊടുക്കുന്നുണ്ട്. അതും പ്രകാരം കരുണാലയത്തിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് പുറത്തിരുന്ന കരുണയും അതുപോലെ മുത്തശ്ശിയും ആകെ ഞെട്ടുന്നുണ്ട്. മഹാലക്ഷ്മിയോട് ഈ ക്രൂരത കാണിച്ചതിൻ്റെ പേരിൽ പരാതി കൊടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യാനാണോ പോലീസ് വരുന്നത് എന്നുള്ള പേടിയിൽ കരുണയാണെങ്കിൽ മുത്തശ്ശി അച്ഛന്നൊക്കെ വിളിച്ച് അലറി കരയുന്നു. ശേഷം പോലീസ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് കരുണ അകത്ത് ഒളിഞ്ഞു നിന്ന് പോലീസുകാരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുവാണ്. അപ്പോൾ പോലീസ് ജീപ്പ് കണ്ടപ്പോഴേ പ്രതാപന് കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇനി ഒരു കാരണവശാലും കണ്ണൻ തങ്ങളോടൊന്നും ക്ഷമിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം തൻ്റെ മകൾ കാണിച്ച ക്രൂരത നിസാരമല്ല. അവൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവൻ്റെ ഭാര്യയോട് ഇങ്ങനെ ചെയ്ത തന്നോടും തൻ്റെ മകളോടും കണ്ണൻ ക്ഷമിക്കില്ലെന്നറിയാം. അങ്ങനെ വിശ്വനാഥനെ കൊന്നതിൻ്റെ പേരിൽ
പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടു ചെല്ലുമ്പം സെല്ലി മുന്നേ ഒരു വ്യക്തി കിടക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ വാമദേവനാണ്. അപ്പം വാമദേവനെ കണ്ടിട്ട് പ്രതാപൻ ആകെ ഷോക്കടിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം CI സാറ് പറയുന്നുണ്ട്, ലോറി ആക്സിഡൻറ്റ് കേസിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു, ഇനി FIR രജിസ്റ്റർ ചെയ്യാമെന്ന്. അത് കേട്ട് ആകെ വിഷമിച്ച് ഷോക്കടിച്ച് നിൽക്കുവാണ് പ്രതാപനും അതുപോലെ വാമദേവനും. വാമദേവനോട് പലതവണയായിട്ട് സീമന്തിനി പറയുന്നുണ്ട്, ഈ സമയത്ത് മകളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് അച്ഛൻ കൊലപാതക കുറ്റത്തിന് ജയിലിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെക്കൂടിയുള്ള സഹോദരൻ കോമയിലായിട്ട് കിടക്കുന്നു. അച്ഛൻ ജയിലിലും കൂടി ആയി കഴിഞ്ഞാൽ സ്വാതി മോൾക്ക് നല്ലൊരു വിവാഹാലോചന വരത്തില്ല, അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പലതവണ വാണിംഗ് രൂപത്തിൽ കൊടുക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയോ അല്ലെങ്കിൽ കണ്ണനെയോ അനന്തൂനെയോ ഒക്കെ വിരട്ടി ഉള്ള പണം സമ്പാദിക്കാനായിരുന്നു അപ്പോഴും വാമദേവന് തിടുക്കം. എന്നാൽ കിട്ടാവുന്നതിൽ 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കാണാം.